ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ചുരിദാർ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 2 മീറ്റർ റയോണിൻ്റെ മെറ്റീരിയലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം കട്ടിങ് നോക്കാം. അപ്പോൾ ടോപ്പ് ഭാഗമാണ് ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ 2 പീസ് തുണി എടുത്തിട്ടുണ്ട്. ഈ തുണി ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കിയെടുക്കണം. ഇപ്പോൾ ഈ തുണി 4 ലെയറായിട്ടാണുള്ളത്. ഇവിടെയാണ് മടക്ക് വരുന്ന ഭാഗം. ഈ മടക്ക് വരുന്ന ഭാഗത്തു നിന്നും ഇങ്ങോട്ടാണ് അളവുകൾ മാർക്ക് ചെയ്യുന്നത്. ടോപ്പ് പാർട്ടിൻ്റെ ലെങ്ത്ത് വേണ്ടത് 14 ഇഞ്ചാണ്. 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടി 15 ഇഞ്ച് എടുത്തിട്ടുണ്ട്. 1/2 ഇഞ്ച് തായ് ഭാഗം സ്കേർട്ട് പാർട്ടുമായിട്ട് ജോയിൻ ചെയ്തെടുക്കാനും 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാനും വേണ്ടിയിട്ടാണ് 1 ഇഞ്ച് തയ്യൽ തുമ്പായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഷോൾഡർ 1.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഈ ഷോൾഡർ മാർക്ക് ചെയ്ത ഈ ഒരു ഭാഗത്ത് നിന്നും താഴേക്ക് 1.5 ഇഞ്ച് ഒന്നുകൂടെ മാർക്ക് ചെയ്യണം. എന്നിട്ട് ഈ 2 പോയിൻറ്റും ഇതുപോലെ ജോയിൻ ചെയ്ത് വരച്ചെടുക്കണം. ഇനി ഇവിടെ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് അളവ് 10 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടി 11 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ ജോയിൻ ചെയ്ത് വരച്ചെടുക്കണം. ഇനി ഷോൾഡർ സ്ലോപ്പിന് വേണ്ടി ഇവിടെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് കൈക്കുഴി ഇതുപോലെ ഒന്ന് വരച്ചെടുക്കണം. ടോപ്പ് പാർട്ടിൻ്റെ താഴ്ഭാഗത്തെ വിഡ്ത്ത് 9 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടി 10 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ 2 പോയിൻറ്റും ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കണം. ഇനി നെക്ക് വിഡ്ത്ത് 3 ഇഞ്ച് മാർക്ക് ചെയ്യാം. നെക്ക് ഡെപ്ത്ത്, ഫ്രണ്ട് നെക്ക് ഡെപ്ത്ത് 5 ഇഞ്ചും ബാക്ക് നെക്ക് ഡെപ്ത്ത് 3 ഇഞ്ചുമാണ് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഇവിടെ സിമ്പിളായിട്ടുള്ള റൗണ്ട് നെക്കാണ് വരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഷോൾഡർ സ്ലോപ്പാക്കി ഒന്ന് വരച്ചെടുക്കണം. എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ലെങ്ത്ത് കുറവുള്ള നെക്കാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ബാക്ക് പാർട്ടിനെ മാറ്റി വെച്ചതിന് ശേഷം ഫ്രണ്ട് പാർട്ടിൻ്റെ നെക്കും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഫ്രണ്ട് പാർട്ടിൻ്റെയും ബാക്ക് പാർട്ടിൻ്റെയും നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി രണ്ടിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് ഷോൾഡർ കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഷോൾഡർ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ടോപ്പ് പാർട്ടിൻ്റെ നല്ല വശത്തേക്ക് നെക്കിൻ്റെ ഭാഗത്തേക്ക് 1.5 ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസ് ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കി നെക്കിൻ്റെ ഭാഗത്ത് വെച്ച് നെക്ക് റൗണ്ടിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ സ്റ്റിച്ച് ചെയ്തതിൽ തട്ടാതെ ചെറിയ കട്ടിങ്ങുകൾ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഈ ക്രോസ് പീസിനെ ഈ ടോപ്പിൻ്റെ റോങ് സൈഡിലേക്ക് ആക്കിയിട്ട് ഇതിൻ്റെ മുകളിലൂടെ ഒരു ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ടോപ്പിൻ്റെ സ്ലീവ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ സ്ലീവിന് വേണ്ടിയിട്ട് ഇതുപോലെ 2 പീസ് തുണി എടുത്തിട്ടുണ്ട്. ഈ തുണി രണ്ടായിട്ടൊന്ന് ഇതുപോലെ മടക്കിയെടുക്കണം. ഇതുപോലെ മടക്കിയെടുത്തിട്ടുണ്ട്. 4 ലെയറായിട്ടാണ് ഈ തുണിയുള്ളത്. ഇവിടെയാണ് മടക്ക് വരുന്ന ഭാഗം. ഈ മടക്ക് വരുന്ന ഭാഗത്ത് നിന്നും ഇങ്ങോട്ട് 4 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഈ 4 ഇഞ്ച് മാർക്ക് ചെയ്തൊരു ഭാഗം ഇതുപോലെ സ്ട്രൈറ്റായിട്ടൊരു ലൈനാക്കി എടുത്തിട്ടുണ്ട്. ഇനിയുള്ള മാർക്കിങ് ഈ 4 ഇഞ്ച് മാർക്ക് ചെയ്തൊരു ഭാഗത്ത് നിന്നും ഇങ്ങോട്ടാണ്. അപ്പോൾ ടോപ്പ് പാർട്ടിൻ്റെ കൈക്കുഴി ഇതുപോലെ കറക്റ്റാക്കി വെച്ച് ഈ ഒരു ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കൈക്കുഴി ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പീസ് തുണിയുടെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത് 15 ഇഞ്ചാണ്. ടോട്ടൽ 18 ഇഞ്ച് ലെങ്ത്തുള്ള സ്ലീവാണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ താഴേക്ക് 3 ഇഞ്ച് വീതിയുള്ള വേറൊരു പീസ് തുണി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ സ്ലീവിൻ്റെ താഴ്ഭാഗത്തെ വിഡ്ത്ത് മാർക്ക് ചെയ്യാം. 5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കണം. ഇനി ഈ മാർക്ക് ചെയ്ത ഈ ഒരു ഭാഗത്ത് കൂടെ തുണി കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഭാഗം അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കാം. സ്ലീവിൻ്റെ സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്തും ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കണം. രണ്ട് സ്ലീവും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി സ്ലീവിൻ്റെ താഴ്ഭാഗത്തും മുകൾ ഭാഗത്തും പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ ഒരു കട്ടിങ് ഭാഗം മുതൽ മറ്റേ കട്ടിങ് വരുന്ന ഭാഗം വരെ ഇതുപോലെ ഫ്രില്ലിട്ട് കൊടുക്കാം. ഇതുപോലെ മുകൾ ഭാഗത്തും ചെയ്തെടുക്കണം. അപ്പോൾ ലെങ്ത്ത് കൂട്ടിയിട്ടുള്ള സ്റ്റിച്ച് ഇട്ട് ഒരു ഭാഗത്തു നിന്ന് ത്രെഡ് പതുക്കെ വലിച്ച് പ്ലീറ്റ്സ് ഇട്ട് കൊടുത്താൽ മതിയാവും. ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ സ്ലീവിൻ്റെ താഴ്ഭാഗത്തേക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പീസ് തുണി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത് 6.5 ഇഞ്ചാണ്. വിഡ്ത്ത് എടുത്തിട്ടുള്ളത് 11.5 ഇഞ്ചാണ്. ഇനി ഈ ഒരു പീസ് തുണി നേരത്തെ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു പീസുമായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ റോങ് സൈഡിലേക്ക് ഈ ഒരു പീസ് തുണിയുടെ നല്ല വശം ഇതുപോലെ ഒന്ന് ചേർത്ത് വെച്ച് ഈ ഒരു ഭാഗത്ത് കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നല്ല വശത്തേക്കാക്കിയിട്ട് ഈ ഒരു പീസ് തുണിയുടെ താഴ്ഭാഗം 1/2 ഇഞ്ചിലൊന്ന് ഇതുപോലെ മടക്കി വീണ്ടും ഈ സ്റ്റിച്ച് ചെയ്ത ഒരു ഭാഗം കവർ ചെയ്യുന്ന പോലെ ഇതിൻ്റെ മുകളിലേക്ക് ഒന്നുകൂടെ മടക്കി ഈ ഒരു ഭാഗത്ത് കൂടെ ഒരു ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ മറ്റേ സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ 2 സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ടോപ്പ് പാർട്ടുമായിട്ട് ജോയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ടോപ്പിൻ്റെ നല്ല വശത്തേക്ക് ഈ ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത ഒരു ഭാഗത്തേക്ക് സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം നല്ല വശം ചേർത്ത് വെച്ച് 2 സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്ത് സ്ലീവ് ജോയിൻറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ 2 സ്ലീവും ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ടോപ്പിൻ്റെ താഴ്ഭാഗത്തേക്ക് വരുന്ന ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ 2 പീസ് തുണി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത് 31 ഇഞ്ചാണ്. ഇതിൻ്റെ വീതി എടുത്തിട്ടുള്ളത് 38 ഇഞ്ചാണ്. ഇനി ഈ തുണിയുടെ ഒരു ഭാഗത്ത് കൂടെ ലെങ്ത്ത് കൂട്ടിയിട്ടുള്ള സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം, പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ 2 പീസ് തുണിയും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ടോപ്പ് പാർട്ടുമായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ടോപ്പ് പാർട്ടിൻ്റെ നല്ല വശത്തേക്ക് ഈ ഒരു വേസ്റ്റിൻ്റെ ഭാഗത്തേക്ക് ഈ സ്കേർട്ട് പോർഷൻ്റെ നല്ല വശം ഇതുപോലെ ഒന്ന് ചേർത്ത് വെച്ച് ഈ ഒരു ഭാഗത്ത് കൂടെ സ്റ്റിച്ച് ചെയ്ത് ജോയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ മറ്റേ പീസ് തുണിയും ടോപ്പ് പാർട്ടുമായിട്ട് ജോയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഇതുപോലെ ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ റോങ് സൈഡിലേക്ക് ആക്കിയിട്ട് സ്ലീവിൻ്റെ താഴ്ഭാഗം മുതൽ ടോപ്പിൻ്റെ താഴ്ഭാഗം വരെ 2 സൈഡും കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുക്കണം. പിന്നെ ഈ ടോപ്പിൻ്റെ താഴ്ഭാഗം റോങ് സൈഡിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുകയും വേണം. അപ്പോൾ ഇത്രയും ആയാൽ ഈ ഒരു ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. വളരെ ഈസിയായി സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരേക്കും